Did you know that PCOS can be our superpower? Scientists did a study on Olympic women and found that 40% had PCOS. കേൾക്കുമ്പോൾ ഭയങ്കര രസമായിട്ടൊക്കെ തോന്നുമെങ്കിൽ നമുക്ക് ആദ്യം ഇതൊന്ന് ഫാക്ട് ചെക്ക് ചെയ്യാം. ഇങ്ങനെ കുറച്ച് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, പക്ഷെ വളരെ കുറച്ച് ചെറിയ പോപ്പുലേഷനിൽ നോട്ട് ഓൾ ഓൺ ഒളിമ്പിക് അത്ലീറ്റ്സ്, കുറച്ച് എലൈറ്റ് അത്ലീറ്റ്സിൽ അവർ പഠനങ്ങൾ നടത്തിയപ്പോൾ കുറച്ച് ശതമാനം ആൾക്കാർക്ക് PCOS പോലത്തെ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇതിന്റെ പോസിബിൾ എക്സ്പ്ലനേഷൻ ഇസ് PCOS ഉള്ളപ്പോൾ നമ്മുടെ ആൻഡ്രജൻ ലെവൽസ്, ടെസ്റ്റോസ്റ്ററോൺ ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഹെവി ആയിട്ടുള്ള സ്പോർട്സ്, അതായത് വെയിറ്റ് ലിഫ്റ്റിംഗ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അത് കാരണം ചെറിയൊരു അഡ്വാൻറ്റേജ് കിട്ടിയേക്കാം. പക്ഷേ നമ്മൾ തിരിച്ചാലോചിക്കണം, PCOS അല്ലെങ്കിൽ റീസെൻ്റ്ലി റീനെയിംഡ് ആസ് PMOS അതുള്ള എല്ലാവർക്കും എലൈറ്റ് അത്ലീറ്റ് കേപ്പബിലിറ്റീസ് ഇല്ല. നേരെ മറിച്ച് PCOS അല്ലെങ്കിൽ PMOS കൂടെ കടന്നു വന്ന സ്ത്രീകൾ ദേ ആർ സ്ട്രഗ്ലിംഗ് എ ലോട്ട്. PCOS കാരണം പല പ്രശ്നങ്ങൾ വരാം, ഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരാം, മെൻസ്ട്രൽ പ്രോബ്ലങ്ങൾ വരാം, അതായത് ബ്ലീഡിങ് ചിലപ്പോൾ ഭയങ്കര കൂടുതലായിരിക്കാം, ചിലപ്പോൾ ബ്ലീഡിങ്ങേ വരാതിരിക്കുന്ന കണ്ടീഷൻസ് ആകാം, ചിലവർക്ക് തൈറോയിഡ് ഇഷ്യൂസ് വരാം. ഇനി ലോങ് ടേം ആയിട്ട് ചില ആൾക്കാർക്ക് ഡയബറ്റിസ്, ഹാർട്ട് ഡിസീസ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കൂടാം. ഇനി കോസ്മെറ്റിക്കലി, അതായത് ട്രങ്കൽ ഒബിസിറ്റി നമ്മൾ പറയും, ഹിപ്പിന് ചുറ്റുമൊക്കെ ഭയങ്കരമായിട്ട് വണ്ണം വെക്കുക, കഴുത്തൊക്കെ കറുത്ത് വരിക, വെയിറ്റ് ലോസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. കാര്യം PCOS ഉള്ളവർ ദേ മൈറ്റ് ബി പുട്ടിങ് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട്, ഡയറ്റ്, എക്സസൈസ് എല്ലാം ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷേ ദ വെയിറ്റ് ഡസൻ ജസ്റ്റ് ലീവ് ദെയർ ബോഡി. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സ്ട്രഗിൾസിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഈ PCOS. ആൻഡ് ഈ PCOS അല്ലെങ്കിൽ PMOS ഇസ് എ വെരി ഡേർട്ടി ഡിസീസ്. അതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മൾട്ടി ഓർഗൻ, മൾട്ടി സിസ്റ്റം ഡിസീസ് ആണ്. അതിനെ നമുക്ക് മൊത്തത്തിൽ ക്യൂർ ചെയ്യാനും പറ്റില്ല. ക്യൂർ ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞു വരുന്ന ഹീലേഴ്സ് കാണും, ബട്ട് യു കനോട്ട് ജസ്റ്റ് ക്യൂർ ഇറ്റ് കംപ്ലീറ്റ്ലി. നമുക്ക് ആകെ ചെയ്യാവുന്നത് പേഷ്യന്റ് എന്താണോ ബുദ്ധിമുട്ട് അതിനെ തരണം ചെയ്യാനുള്ള രീതിയിലുള്ള കുറച്ച് മാനേജ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇങ്ങനെ ട്രിവിയലൈസ് ചെയ്ത് PCOS സൂപ്പർ പവർ ആണ് എന്നൊക്കെ പറയുമ്പോൾ ഈ സ്ട്രഗിൾസിൽ കൂടെ കടന്നു പോകുന്നവരുടെ എക്സ്പീരിയൻസസിനെ നമ്മളങ്ങ് ഒന്നും അല്ലാതാക്കുകയാണ്. നമ്മൾ എപ്പോഴും ഈ PCOS മാത്രമല്ല, ഒരു അസുഖത്തെ ഇങ്ങനെ ട്രിവിയലൈസ് ചെയ്യാൻ പാടില്ല. അതൊരു കോംപ്ലിക്കേറ്റഡ് കണ്ടീഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ കൂടെ കടന്നു പോകുന്നവർക്ക് മെന്റലി, ഇമോഷണലി മാത്രമല്ല അവർക്ക് വേണ്ട മെഡിക്കൽ ഹെൽപ്പും നേടാൻ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്.